ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? നമുക്കിവിടെ ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് തലേന്നത്തെ പരിപാടിക്കാട്ടോ പോകാൻ വേണ്ടിയിട്ടേ നമ്മളെ പൂവൊക്കെ പറിച്ചാണ് ഉമ്മയാണ് പറിച്ചത്. അപ്പോൾ അതാണ് പറിച്ചങ്ങാണ്ട് മെന്നെ കെട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് പറിച്ചാണ്. നമ്മളിവിടെ മുളകും ചെടിക്കും ഇതിനൊക്കെ മണ്ണില്ലാതെ ഇതങ്ങാണ്ട് അപ്പോൾ ആ മണ്ണും അവിടെ കയറ്റി കൊടുത്തങ്ങാണ്ട് ശരിയാക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മളവിടെ ഒന്നും ഈ പൂവ് ഇല്ലട്ടെ അല്ലേ, ഞാൻ കണ്ടിട്ടില്ല. ഇത് മുല്ലപ്പൂവിൻ്റെ ഇടക്ക് വെച്ച് കെട്ടും, അതേമാതിരി ഇതിൻ്റെ ഇടക്ക് റോസ് പൂ വെച്ച് കെട്ടും. അങ്ങനെയൊക്കെ പല പൂക്കളും വെച്ച് കെട്ടും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നമുക്ക് കെട്ടാനൊന്നും അറിയില്ല കേട്ടോ. കുറേ നമ്മളെ ട്രൈ ഏൽപ്പിച്ചൊക്കെ നോക്കി, നമുക്കത് കഴിയണില്ല. നോക്കുകയാണെങ്കിൽ നല്ലോണം പൂ ഉണ്ട്. മുഴുവനൊന്നും പറിച്ചണില്ല, കുറച്ചേ പറിച്ചണുള്ളൂ. കുറച്ച് കല്യാണത്തിനും പോകുമ്പോൾ വെക്കണം. കെട്ടണത് എടുക്കണമെന്ന് കരുതി, അപ്പോൾ പിന്നെ അതിന് പറ്റിയില്ല. അപ്പോൾ അതാ നമ്മൾ കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ. നോക്കുകയാണെങ്കിൽ ആ പാത്രത്തിലൊക്കെ വെച്ചിരിക്കണത് മഞ്ഞൾ, ഓരോരോ കളറ്, ചന്ദനം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അത് ഇനി ഇന്നത്തെ കാട്ടുറ ഈ പെണ്ണിൻ്റെ മുഖത്തും കൈയിൻ്റെ പുറടിമലും മുട്ടുമ്മ അങ്ങോട്ട് വെക്കും, രണ്ട് കൈയും, എന്നിട്ടും പുറടിമലും കഴുത്തിലും ഒക്കെ തേക്കും. അതുപോലെക്ക് പിന്നെ പെണ്ണുങ്ങളെ കാട്ടണ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടോ. പിന്നെ അതിൽ പൊട്ടണ വളകളുണ്ടാവും. പിന്നെ അപ്പുറത്ത് പട്ട് സാരികൾ, ഫ്രൂട്ട്സ് കണ്ടില്ലേ? ഇതൊന്നും അല്ല കേട്ടോ, ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ അങ്ങനെ പിടിക്കണുള്ളൂ. ഉമ്മയും വാപ്പിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, അപ്പുറത്ത് അമ്മമാരും എളാപ്പാരും അമ്മയ്യാളും, അതങ്ങനെ. അപ്പോൾ അതാ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് രാത്രിക്കത്തെ ചോറ് വെച്ചിങ്ങനെ നോക്കുകയാണ്. ഇതിലൊന്നും കുറയാൻ പാടില്ല ഇവർക്ക്, അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോഴൊക്കെ ചോറുന്നൽ തുടങ്ങിയാണ്. കുറേ ആളും ഉണ്ടേ. നമ്മൾ മൈലാഞ്ചി കല്യാണം രാത്രിയാണ് വെക്കുക, ഇത് പകൽ തന്നെയാണ് കേട്ടോ വെക്കുക. രാത്രി ഒന്നും ഒരു പരിപാടി ഉണ്ടാവില്ല. ഇതാ പണിക്കാരൊക്കെ ഒരു ഭാഗത്ത് ചോറുന്നുണ്ട്, കുടിക്കാരൊരു ഭാഗത്ത് ചോറുന്നുണ്ട്. പെണ്ണിൻ്റെ വാപ്പയാണ് ഈ ചോറായിട്ട് പോണത്. പിന്നെ ഈ പെണ്ണിൻ്റെ അമ്മ മരിച്ചിരിക്കണ്, ഇളയമ്മയാണ്. മാഷാ അല്ലാ, എന്താണെന്നറിയോ, നല്ല സൂപ്പറായിട്ട് നോക്കും. സൂപ്പറായിട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ ഉമ്മയും മകളും അല്ലാന്ന് ആരും പറയില്ല. അപ്പോൾ അതാ ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ അതാ എല്ലാവരും ചോറ് തിന്നാണ്. കൂട്ടത്തിൽ ഇനി നമുക്കും ചോറ് തിന്നണം. ചോറ് തിന്നിട്ട് പോകും വേണം. ഭയങ്കര വെയിലാണ്. മുറ്റത്താണ് പന്തലിട്ടിക്കണത്. ഈ ഷീറ്റല്ലേ, ഭയങ്കര ചൂടാണ്. മക്കളെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.